ഗൈസ് അപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ വിളിച്ചിരിക്കുവാണ്. ഗൈസ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ആമയെ റോഡിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. വീട്ടിലെല്ലാരും കാണിച്ച് എല്ലാം ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് എന്റെ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അപ്ലോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് കോളും മെസ്സേജും എല്ലാം വന്നോണ്ടിരിക്കുക. കാരണം ആമയെ വളർത്തുന്നത് ഇല്ലീഗലാണ് ഇന്ത്യയില്. അതോടാകെ മൊത്തം ഡൗട്ടായി, വീട്ടിലെല്ലാരും കലിപ്പായി, എല്ലാം സീനായി ഗൈസ്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വിളിച്ചു നോക്കാം, എന്തുവാ സംഭവം, എന്തെങ്കിലും വിഷയം വല്ലതും വരുമോ എന്ന് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഗൈസ് അപ്പൊ ഒരു ടോൾ ഫ്രീ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചു നോക്കാം. എനിക്ക് അറിയില്ല ഈ നമ്പർ തന്നെയാണോ എന്ന്. ഹലോ സാറേ. സാറേ ഞാൻ ആലപ്പുഴയിൽ നിന്നായിരുന്നേ വിളിക്കുന്നേ. സാറേ ഇന്നലെ വൈകിട്ടാണ് ഈ മഴ കാരണം വീട്ടിലോട്ട് ഒരു ആമ കയറി വന്നായിരുന്നേ. അപ്പം ആമയെ ഞാൻ വീട്ടിലോട്ട് കയറ്റി ഫുഡൊക്കെ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഇല്ലീഗലാണ്. ഞാൻ അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് എടുത്ത് ഫോട്ടോ എടുത്തിട്ടായിരുന്നു. അപ്പം അതിന്റെ പ്രശ്നങ്ങളില്ല, തിരിച്ച് കണ്ടത്തിൽ ഇറക്കിയാൽ മതിയോ അതോ ഇനി ഫോറസ്റ്റിനെ വിളിച്ചിങ്ങനെ കൊടുക്കുമല്ലോ വേണം? ചെറിയ ആമയാണ്, കണ്ടെത്തി ഇറക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? ആ ഓക്കെ, താങ്ക് യു സാറേ. ശരി ശരി. സാറാമേ സീനൊന്നും ഇല്ല കേട്ടോ, നമ്മളെ പോലീസ് ഒന്നും പിടിക്കത്തില്ല. നീയും ഇന്നലെ മണത്തൊക്കെ നോക്കിയായിരുന്നു ആമേ. ഇപ്പൊ നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ വിളിച്ചിരിക്കുവാണ്. അല്ല, നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് വിളിച്ചിരിക്കുവാണ്. കാരണം ഇന്നലെ ഞാൻ ഒരു വഴി വെച്ച് റോഡിൽ വെച്ച് ഞാനൊരു ആമയെ കൊണ്ട് വീട്ടിൽ വന്നായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ തുരതുരാന്ന് ആൾക്കാർ വിളിച്ചത് ഇല്ലീഗലാണ്, പ്രശ്നമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു. സാധനത്തെ നമ്മൾ രാവിലെ തന്നെ വിടാൻ പോവാണ് വെള്ളത്തിലോട്ട്. കാരണം ഇത് കാരണം നമുക്ക് ഒരിക്കലും ഒരു വെള്ളിക്കെട്ടും വരില്ല. അത് തന്നെ കാര്യം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചങ്ങ് ഇറക്കി വിട്ടാൽ മതി എന്നാ പറഞ്ഞത്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഗൈസ് ഇന്നലെ ഫുള്ള് ആള് വെള്ളത്തിലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എടുത്ത് കുറച്ചു നേരമൊക്കെ പുറത്തോട്ടൊക്കെ വിട്ടിട്ട് എടുത്തോണ്ട് വന്നതാണ്. തലയൊക്കെ അകത്തോട്ട് തല അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവിടുകയാണ്, എല്ലാം പ്രശ്നവും. അത് കാരണം കാണാൻ പറ്റിയത് ഞാൻ കാണിക്കാം. കുഞ്ഞി തലയാണ്, അകത്തുണ്ട് ചെറുതായിട്ട്. രാവിലെ തന്നെ കൊണ്ടുവിടുവാണ് നമ്മൾ ആളെ തന്നെ. കറക്റ്റ് പാമ്പിനെ പോലെ കേട്ടോ, പാമ്പിന്റെ തല പോലെ തന്നെ. ഒരു വാലുണ്ട്, 4 കാലുണ്ട്. ചെറിയ തല, അകത്തോട്ട് അങ്ങ് കയറി വലിഞ്ഞു. എന്നെ കണ്ടു കുഞ്ഞിക്കണ്ണ് കേട്ടോ, കുഞ്ഞിക്കണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഗൈസ് ഇപ്പം നല്ല മഴയുണ്ട്. ആളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിരിക്കും. കുറെ ആറ്റിലോട്ടാണ് വന്നത്. റോഡിൽ വെച്ചാൽ കിട്ടിയത്, എങ്കിലും അവന്റെ ഭാഗ്യമുണ്ട്. ആറ്റിലോട്ട് തന്നെ തിരിച്ച് ഇറക്കി വിടാൻ പോവാണ്. അപ്പൊ കാണാം. ഇപ്പൊ കാല് പുറത്തോട്ട് വന്നിട്ട് കാണാൻ പറ്റും. എന്റെ കാലിങ്ങനെ രണ്ട് ഇതാണ് കാല്. അപ്പം വെക്കാൻ പോവാണേ, കണ്ടോണേ. എന്റെ കാല് പുറത്ത് വന്നു. ആൾക്ക് മനസ്സിലായി പുറത്ത് വന്നത്, കണ്ടത്തിലായെന്ന്, പുറത്തായെന്ന് മനസ്സിലായി. കുജു 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 കുജു. കാലൊക്കെ പുറത്ത് വന്നു താഴെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എപ്പം പോകും ദൈവത്തിനറിയാം. ഇപ്പൊ കുറച്ചു നേരമേ ആള് മൂവ് ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നിൽക്കുക കേട്ടോ ഗൈസ്. പെതുക്കെ തലയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇറങ്ങി ഒരു ഓട്ടം കാണാം. തല ഫുള്ളായിട്ട് വന്നു. കറക്റ്റ് പാമ്പിനെ പോലെ ഇറങ്ങി മൂവ് ചെയ്ത് പെതുക്കെ പോവാണ് ഗൈസ്. പെതുക്കെ സ്പീഡ് ഓടി ഇറങ്ങി. നല്ല സ്പീഡ്. കാണുന്നില്ലല്ലോ. അങ്ങനെ ഗൈസ് നമ്മുടെ ആമ തന്റെ വെള്ളത്തിലോട്ടിറങ്ങി നമ്മളിൽ നിന്ന് ദൂരത്തോട്ട് പോവാണ്. പോയി ഗൈസ്, ആളുടെ പൊടി പോലും ഇല്ല ഗൈസ്. ഇപ്പം വളർത്താൻ വേണ്ടിയായിരുന്നു ആളെ കൊണ്ടുവന്ന്, പക്ഷെ പോയി. എല്ലാരും കണ്ടല്ലോ, തന്റെ വെള്ളത്തിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് ഒരു കേസും വരില്ല, ഒന്നും വരില്ല. അത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഗൈസ് എനിക്ക് ശരിക്കും മനസ്സില്ലായിരുന്നു ഇവളെ കൊണ്ടുവിടാൻ. കാരണം എന്റെ സാറെ പോലെ തന്നെയാണ് ഞാൻ അവളെ കണ്ടത്. ഉറപ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ വളർത്തിയതിന്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കൊരിക്കലും ഇന്ത്യയിൽ ഇവിടെ ഉള്ളത് വളർത്താൻ പറ്റത്തില്ല. നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ അതിനെപ്പറ്റി.
പിന്നെ വെറുതെ എന്തിനാ പോയി ജയിലിൽ പോയി കിടക്കുന്നത്?